ഈ പലപ്പോഴും നമ്മൾ ഈ ബ്രസ്റ്റിൽ വരുന്ന ചെറിയ ചെറിയ പെയിനുകൾ ഇത് എന്തെങ്കിലും ആണോ പ്രശ്നമാണോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ബ്രസ്റ്റ് പെയിൻ പൊതുവേ പെയിനുള്ള സാധനങ്ങൾ ക്യാൻസേഴ്സ് അല്ല വെച്ചാൽ ക്യാൻസറുകൾ പെയിൻലെസ് ആണ് ടു സ്റ്റാർട്ട് വിത്ത്. അതുകൊണ്ടാണല്ലോ നമ്മൾ അറിയാണ്ട് പോകുന്നത്. അപ്പോൾ പെയിൻഫുൾ സാധനങ്ങൾ പൊതുവേ ക്യാൻസർ അല്ല. പക്ഷേ ഇതുപോലെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പെയിൻ വരുന്നത്. ക്യാൻസർ പെയിൻ വരുന്ന എപ്പോഴും ക്യാൻസർ അങ്ങ് ലാസ്റ്റ് സ്റ്റേജസിലേക്ക് എത്തുമ്പോഴാണ്. അപ്പോൾ പെയിൻഫുൾ സാധനങ്ങൾ പൊതുവേ ഒരു ലംബ് കണ്ടു അതിന് പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻസർ ആവില്ല എന്നാണ് ഞങ്ങൾ മനസ്സ് വിചാരിക്കുക. പക്ഷെ എന്നാലും യു നീഡ് ടു ഗെറ്റ് ഇറ്റ് ചെക്ക് ഔട്ട്. ഇപ്പം പെയിൻ ഇപ്പം എൻ്റെ അച്ഛൻ്റെ ഒരു റിലേറ്റീവ് ചേച്ചി മരിച്ചത് ബ്രസ്റ്റ് ക്യാൻസറിലാണ്. സോ ആക്ച്വലി അത് സ്റ്റാർട്ടഡ് വിത്ത് ബ്രസ്റ്റ് ക്യാൻസർ. കാരണം കുളിക്കുന്ന നേരത്ത് ഇങ്ങനെ സോപ്പ് തേക്കുമ്പോഴാണ് ആ ഒരു ഇതുണ്ട് കണ്ടത്. അപ്പം ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഓക്കെ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ മാമോഗ്രാം ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് ഡയഗ്നോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2 ബ്രസ്റ്റ് മൂപ്പരാളുടെ മാറ്റി. 2 ബ്രസ്റ്റ് മാറ്റി. കാരണം ഭയങ്കര സീരിയസ് ആയിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതായത് ഇത്രയും സീരിയസ് ആയിട്ട് ഇത് മനസ്സിലായിട്ടില്ലേ എന്നൊക്കെ. പിന്നീട് ആൾ ഓക്കെ ആയിരുന്നു. ഓക്കെ ഇൻ ദ സെൻസ് ലൈക്ക് കീമോ എടുക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ട്. പക്ഷെ ആൾ ഭയങ്കര ജോവിയലായിട്ടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് കാലം ഒരു 1 ഇയർ 2 ഇയർ ഒക്കെ ആ രീതിക്ക് പോയി. പിന്നീട് അത് ബോണിലേക്ക് എടുത്തു. പിന്നീട് അത് ബ്ലഡിലേക്ക് എടുത്തു. അങ്ങനെ ഒരു മാക്സിമം പോയൊരു 2 അല്ലെങ്കിൽ 3 ഇയേഴ്സിൽ തന്നെ ആൾ പാസ്ഡ് അവേ. അപ്പം ഞാനിപ്പം അതാ ചോദിക്കുന്നത്, അതായത് ഇപ്പം നമ്മൾ ഒരു ക്യാൻസർ മറ്റൊരു ക്യാൻസറിന് കാരണമാകുന്നത് എങ്ങനെയാണ് ആക്ച്വലി? ഇതിലിപ്പം ഒരു ക്യാൻസർ മറ്റൊരു ക്യാൻസറിന് കാരണമാകുകയല്ല. അപ്പം നമ്മൾ ഈ ക്യാൻസർ എന്താണെന്നുള്ള ആദ്യം മനസ്സിലാക്കണം. വാട്ട് ഈസ് ക്യാൻസർ? അപ്പം സെല്ലുകൾക്ക് സംഭവിക്കുന്ന ഒരു മാറ്റമാണ് അത്. നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും ഓരോ ഓർഗനും സെല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഇസ് എ സെൽ. അപ്പോൾ ഈ സെല്ലുകൾക്കെല്ലാം ഒരു റെഗുലേറ്ററി മെക്കാനിസം ഉണ്ട്. അതായത് ഈ കോശങ്ങൾ എത്ര തവണ ഡിവൈഡ് ചെയ്യണം, എങ്ങനെ ഡിവൈഡ് ചെയ്യണം. സെല്ലുകൾ ഡിവൈഡ് ചെയ്താണ് പുതിയ സെല്ലുകൾ ഉണ്ടാവുക. അപ്പോൾ എത്ര തവണ ഡിവൈഡ് ചെയ്യണം, എത്ര നാൾ കൂടുമ്പോൾ ഡിവൈഡ് ചെയ്യണം, ഇതിനൊക്കെ ഒരു കണക്കുണ്ട്. ഇതിന് ബോഡിക്ക് ഒരു റെഗുലേറ്ററി മെക്കാനിസം ഉണ്ട്. പിന്നെ ഈ കോശങ്ങൾക്കെല്ലാം മരണമുണ്ട്. ഇത് ഡെത്ത്, ഈ ഒരു സെല്ല് വിൽ ഡൈ, പുതിയ സെൽ വിൽ റീപ്ലേസ്. അപ്പോൾ ഈ റെഗുലേറ്ററി മെക്കാനിസം ഉണ്ടല്ലോ, ഈ കോശങ്ങൾ എങ്ങനെ ഡിവൈഡ് ചെയ്യണം, ഈ സെല്ലിന് എപ്പം ഏജിങ് സംഭവിക്കണം, ഈ സെല്ല് എപ്പോൾ ഡെത്ത് ആവണം, ഇതൊക്കെ തീരുമാനിക്കുന്ന റെഗുലേറ്ററി മെക്കാനിസത്തിന് എന്തെങ്കിലും പറ്റുമ്പോഴാണ് അതൊരു ക്യാൻസർ സെല്ലായി മാറുന്നത്. അപ്പോൾ ക്യാൻസറസ് ചേഞ്ച് ഒരു സെല്ലിനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സെല്ല് യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ലാതെ അതങ്ങ് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് പെരുകാൻ തുടങ്ങും. അങ്ങനെ പെരുകുന്നതിനോടൊപ്പം തന്നെ അത് ചുറ്റുമുള്ള നോർമൽ കോശങ്ങളുടെ പുറത്തേക്ക് കയറും, അതിനെ ഇൻവൈഡ് ചെയ്യും. അങ്ങനെയാണ് ഒരു ട്യൂമർ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ കോശങ്ങൾക്ക് പിന്നെ മരണമില്ല. ആ ഒരു സെല്ല് ഡെത്തിൻ്റെ സമയമാകുമ്പോഴും ഇതിന് നാശം സംഭവിക്കുന്നത് ആക്റ്റീവായിരിക്കും. അപ്പം ചുറ്റുമുള്ള നോർമൽ ടിഷ്യൂവിനെ ഇൻവൈഡ് ചെയ്യും. അവിടേക്കൊക്കെ ഈ ക്യാൻസർ എൻക്രോച്ച് ചെയ്യുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ ലങ്ങിലെ ഒരു ടിഷ്യൂ ആണെങ്കിൽ, ലങ്ങിലെ ഒരു സെല്ലാണെങ്കിൽ ലങ്ങിൽ തന്നെ നിൽക്കും. പക്ഷേ ക്യാൻസർ സെല്ലാകുമ്പോൾ അത് അവിടെ നിൽക്കാതെ നമ്മളെ ബ്ലഡ് സ്ട്രീമിൽ കൂടെ, ബ്ലഡിൽ കൂടെയും ലിംഫാറ്റിക്സിൽ കൂടെയും അത് ദൂരെയുള്ള സ്ഥലങ്ങളിലെത്തും. ബ്രെയിനിലെത്താം, ബോണിലെത്താം, ബാക്കി നട്ടല്ല, അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലും അതിനെത്താൻ പറ്റും. അതിനെയാണ് നമ്മൾ മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ എന്ന് പറയുന്നത്. അത്രയൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്റ്റേജ് 4 ആയി. മെറ്റാസ്റ്റാറ്റിക് ക്യാൻസറിന് സ്റ്റേജ് 4. അപ്പോൾ പിന്നെ ചികിത്സ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളീ പറഞ്ഞ പോലെ ആ ഡിസീസ്ഡ് കോശം മാത്രം മാറ്റിയാൽ പോരാ, ശരീരത്തിലാകമാനം എത്തിയേക്കുന്ന ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാനായി കീമോതെറാപ്പി, റേഡിയേഷൻ ഒക്കെ കൊടുക്കേണ്ടി വരും.